എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാമുവൽ കെ ജോർജ്. ഞാൻ കേരളത്തിൽ കണ്ണൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാനൊരു സർട്ടിഫൈഡ് ന്യൂട്രീഷൻ അഡ്വൈസറാണ്. കഴിഞ്ഞ 25 വർഷങ്ങളായി ഞാൻ ഈ മേഖലയിൽ സജീവമായി വർക്ക് ചെയ്യുന്നു. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്കിന്ന് കിഡ്നി സ്റ്റോൺ എന്താണെന്ന് നോക്കാം. കിഡ്നി സ്റ്റോൺ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു രോഗത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഓസ്റ്റിയോപൊറോസിസ്. കഴിഞ്ഞ ഏതാണ്ട് ഒരു 10-15 വർഷത്തിനുള്ളിലായി പരക്കെ കേൾക്കാൻ തുടങ്ങിയ ഒരു രോഗാവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ്. മറ്റൊരു തരത്തിൽ പറയാം, ഓസ്റ്റിയോപീനിയ എന്നും പറയാം. ഈ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് കൊച്ചു കുട്ടികളിൽ വരുന്ന ഒരു രോഗമാണ് റിക്കറ്റ്സ്. അതായത് കാലുകൾ വളയുക, ശരീരത്തിന് ശരിയായ രൂപമില്ലാതിരിക്കുക, ബോൺ സ്പോഞ്ച് പോലെ അടിക്കും തനിയെ പൊട്ടുന്ന ഒരവസ്ഥയിലേക്ക് പോവുക. കൂടുതൽ ബലക്ഷയമുള്ള എല്ലുകളായിരിക്കും അത്തരം കുട്ടികൾക്കുണ്ടാവുക. അവരൊരു രൂപം ശരിയായ വളർച്ചയില്ലാതിരിക്കുക, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. തലയ്ക്കൊരു ഷേപ്പില്ലാതിരിക്കുക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ള അവസ്ഥയാണ് കൊച്ചുകുട്ടികളിലുണ്ടാവുക. റിക്കറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്, രോഗത്തെ അറിയപ്പെടുന്നത്. അതേ രോഗാവസ്ഥ അല്ലെങ്കിൽ സ്പോഞ്ചി ബോൺ എന്ന് പറയും. ഇതേ രോഗാവസ്ഥ മുതിർന്നവരിലുണ്ടായാൽ അതിന് ഓസ്റ്റിയോമലാസിയ എന്ന് പറയും. ഇതിൻ്റെ ബേസിക് കോസ് എന്ന് പറയുന്നത് കാൽസ്യം ഡെഫിഷ്യൻസിയാണ്. അതും സ്പോഞ്ചി ബോൺ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. മുതിർന്നവരിൽ ഓസ്റ്റിയോമലാസിയ. ഇതേ രോഗാവസ്ഥയുമായി മുന്നോട്ട് ജീവിക്കുന്ന ആ വ്യക്തികൾ പിന്നീട് ഓസ്റ്റിയോപീനിയ എന്നുള്ള ഒരു നേച്ചറിലേക്ക് മാറുന്നുണ്ടാവും. ഓസ്റ്റിയോപീനിയ എന്ന് പറഞ്ഞാൽ തിന്നിങ് ഓഫ് ബോൺ, അതായത് എല്ലുകൾ ശോഷിച്ച് നേർത്തു വരും. അതാണ് തിന്നിങ് ഓഫ് ബോൺ. അതിൻ്റെ പഴകിയ അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ്. റിക്കറ്റ്സോ ഓസ്റ്റിയോമലാസിയോ പിടിപെടാത്ത വ്യക്തികളിലും ഓസ്റ്റിയോപീനിയയും ഓസ്റ്റിയോപൊറോസിസും പിടിപെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഹിസ്റ്ററി ആ വ്യക്തികളിൽ ഉണ്ടായിരിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല ഓസ്റ്റിയോപീനിയയോ ഓസ്റ്റിയോപൊറോസിസോ പിടിപെടാൻ വേണ്ടി. അപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് എന്താണ്? ഓസ്റ്റിയോ എന്നാൽ ബോൺ, പൊറോസ് എന്നാൽ ഹോൾ. അതായത് ഓസ്റ്റിയോപൊറോസിസ് എന്നാൽ എല്ലുകളിൽ ഉണ്ടാകുന്ന ഹോളിനെയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലുകളിൽ ഹോൾ ഉണ്ടാകുന്ന ആ സമയം എല്ലുകളിൽ അല്ലെങ്കിൽ ബോൺ മാട്രിക്സിൽ ഉണ്ടായിരുന്ന അതിന്റെ ഡെൻസിറ്റി, അതിന്റെ കണ്ടൻസ്, അതൊക്കെ എവിടെ പോയി? അതാണ് നമ്മുടെ ഈ വീഡിയോയിലെ കീ പോയിന്റ്. ഓസ്റ്റിയോപൊറോസിസിനെ കുറിച്ച് അറിയുമ്പോൾ നമ്മുടെ എല്ലുകളിൽ ഉള്ള കണ്ടൻസ് അല്ലെ എല്ലുകളുടെ കണ്ടൻസ് എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ധാരാളമായി ചെറുപ്പത്തിലെ പണ്ടുകാലം മുതൽക്കേ കേൾക്കുന്നതാണ് എല്ലുകൾ കാൽസ്യത്താൽ റിച്ച് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. ശരിയാണ്, എല്ലുകൾ കാൽസ്യത്താൽ റിച്ച് തന്നെയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ എല്ലുകളിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യമല്ല, പിന്നെയോ പ്രോട്ടീനാണ്. ഏതാണ്ട് വലിയൊരു ശതമാനം, ഏതാണ്ട് എല്ലുകളുടെ മൊത്തം കണ്ടൻസിൻ്റെ ഒരു 50% പ്രോട്ടീൻ തന്നെയാണ്. പ്രോട്ടീൻ കഴിഞ്ഞാൽ പിന്നെ വരുന്ന മിനറലാണ് കാൽസ്യം. അതായത് അബണ്ടന്റ് മിനറൽ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന മിനറലാണ് കാൽസ്യം. ബോണിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്ന മിനറലാണ് കാൽസ്യം. അതുകൊണ്ടാണ് കാൽസ്യമാണ് എല്ലുകളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ള ഒരു പരക്ക ധാരണ നമുക്കുണ്ടാകാനുള്ള കാരണം. കാൽസ്യം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലുകളിലുള്ളത് മഗ്നീഷ്യമാണ്. മാസ്റ്റർ മിനറൽ എന്ന നാമത്തിലാണ് മഗ്നീഷ്യം അറിയപ്പെടുന്നത്. അപ്പം പ്രോട്ടീനായി, കാൽസ്യമായി, മഗ്നീഷ്യമായി. പിന്നെ വരുന്ന മാംഗനീസാണ്. മാംഗനീസ്, സിങ്ക്, ബോറോൺ, സിലിക്കൺ, ഫോസ്ഫറസ്, കോപ്പർ, ബി വൈറ്റമിൻസ്, B6, B12, ഫോളിക് ആസിഡ്, വൈറ്റമിൻ കെ, വൈറ്റമിൻ ഡി, ഇതെല്ലാം അടങ്ങിയ ഒരു സമ്മിശ്ര രൂപമാണ് നമ്മുടെ ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം 30% നമ്മുടെ എല്ലുകൾ ജലത്താൽ സമൃദ്ധമാണ്.
നമ്മൾ ബോണിനുള്ളിലെ കണ്ടൻസിനെ കുറിച്ച് അറിയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രോപ്പർ ന്യൂട്രീഷൻ. പ്രോപ്പർ ന്യൂട്രീഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രോട്ടീൻ തന്നെയാണ്. പ്രോട്ടീൻ എസെൻഷ്യൽ ആയിട്ടുള്ള 9 അമൈനോ ആസിഡുകൾ അടങ്ങിയ പ്രോട്ടീനെയാണ് കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് പ്രോട്ടീൻ തന്നെയാണ്. 2 എസെൻഷ്യൽ ആയിട്ടുള്ള 13 വൈറ്റമിൻസ് അടങ്ങിയ ഗ്രൂപ്പിനെയാണ് എസെൻഷ്യൽ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് എസെൻഷ്യൽ ആയിട്ടുള്ള 11 മിനറൽസ് അടങ്ങിയ ഗ്രൂപ്പാണ്. നാലാമത്തേതാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്, അതായത് ഗുഡ് ഫാറ്റ്, ഒമേഗ 3 എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. 5ാമത്തെ ഘടകമാണ് കാർബോഹൈഡ്രേറ്റ്സ്. 6ാമത്തെ ഘടകമാണ് വാട്ടർ. ഈ 6 ഘടകങ്ങൾ ശരിയായ അളവിൽ ഒത്തുചേരുമ്പോഴാണ് പ്രോപ്പർ ന്യൂട്രീഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പരിഗണിക്കുന്നത്. ഇവിടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭക്ഷണശീലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ എത്ര പേർ പ്രോപ്പർ ന്യൂട്രീഷനിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെയും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെയും 2022 സ്റ്റഡി പ്രകാരം ഇന്ത്യയിൽ 78% പേരും കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയിലാണ്. 92% ജനങ്ങളും അയൺ ഡെഫിഷ്യൻസിയിലാണ്. 98% ഇന്ത്യൻ പൗരന്മാരും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിലാണ്. ഇങ്ങനെ നമ്മൾ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കുറവ് കൊണ്ട് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉള്ള ഒരു സമൂഹമാണ് ഇന്ത്യൻ പോപ്പുലേഷൻ. മറ്റ് 50%-ലേറെ പേർ കംപ്ലീറ്റ് പ്രോട്ടീൻ്റെ അഭാവം കൊണ്ട് പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളിൽ പെട്ട് ബുദ്ധിമുട്ടുന്നവരാണ്. ഇവിടെ നമ്മുടെ ടോപ്പിക്ക് കിഡ്നി സ്റ്റോൺ ആയതുകൊണ്ട് കിഡ്നി സ്റ്റോണും ഈ പ്രോപ്പർ ന്യൂട്രീഷനും ഓസ്റ്റിയോപൊറോസും തമ്മിൽ എന്താണ് ബന്ധം? തീർച്ചയായും ബന്ധമുണ്ട്. അതായത് പ്രോപ്പർ ന്യൂട്രീഷൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയിൽ ബോഡിയുടെ മെറ്റബോളിക് ഫങ്ഷൻ നടക്കുന്ന അതേ സമയം തന്നെ നമ്മുടെ ബോഡി ന്യൂട്രിയൻസിനെ മറ്റ് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ ബോൺ മാട്രിക്സിൽ ഡെൻസിറ്റി നിറച്ചുകൊണ്ട്, ബോൺ മാട്രിക്സിൽ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ സപ്ലൈ കൊടുത്തുകൊണ്ട് ബോണിനെ കരുത്തുറ്റതാക്കി വെക്കുന്ന ഒരു പ്രവർത്തനം കൂടി ശരീരം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പ്രോപ്പർ ന്യൂട്രീഷൻ ഫോളോ ചെയ്യാത്തവരിലോ? ഇവിടെയാണ് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പ്രോപ്പർ ന്യൂട്രീഷൻ ഫോളോ ചെയ്യാത്ത ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നത്, നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ ഫങ്ഷനിൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു മിനറലാണ് കാൽസ്യം എന്ന് നേരത്തെ പറഞ്ഞു. കാൽസ്യം അബണ്ടന്റ് മിനറലാണ്. അപ്പോൾ കാൽസ്യം ഇല്ലാതെ ശരീരത്തിൻ്റെ മെറ്റബോളിക് ഫങ്ഷൻ നിലനിർത്താൻ സാധിക്കാത്ത സമയത്ത് ശരീരം കാൽസ്യത്തിനെയും കൂടെ വൈറ്റമിൻ ഡിയെയും കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായി പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരാതൈറോയ്ഡ് ഹോർമോൺ രക്തത്തിൽ കലരുകയും ഈ പാരാതൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ തലയോട്ടി മുതൽ കാൽപാദം വരെയുള്ള ബോണിൽ നിന്നും കാൽസ്യത്തെ ഇളക്കുന്ന ആ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ബോണിൽ കാൽസ്യം അടങ്ങുന്ന മിനറലുകളും വൈറ്റമിനുകളും പ്രോട്ടീനും ജലവും നിറഞ്ഞതായതുകൊണ്ട് കാൽസ്യവും വൈറ്റമിൻ ഡിയും രക്തത്തിലേക്ക് വരുന്ന അതേ സമയം തന്നെ മറ്റ് എല്ലാ ഘടകങ്ങളും ബോണിൽ നിന്ന് രക്തത്തിലേക്ക് ഊർന്നിറങ്ങുന്നതായിട്ട് കാണാം. ഇങ്ങനെ രക്തത്തിലേക്ക് ഊർന്നിറങ്ങുന്ന ഈ ഘടകങ്ങൾ രക്തത്തിൽ കലർന്നു കഴിഞ്ഞാൽ രക്തശുദ്ധീകരണ സമയത്ത് കിഡ്നിയിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വരും. ഇങ്ങനെ കിഡ്നിയിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് ആ ബോഡിയിൽ മതിയായ അളവിൽ ജലം ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ കടന്നു പോകുന്ന ഈ കണ്ടൻസ് കൂടാതെ ശരീരത്തിന്റെ മെറ്റബോളിക് വേസ്റ്റുകൾ പലതും ഉണ്ടാവാം. ഇവ കിഡ്നിയിൽ കൂടി കടന്നു പോകുമ്പോൾ മതിയായ അളവിൽ വെള്ളം ഇല്ലാത്തത് മൂലം കിഡ്നിയിൽ പേസ്റ്റ് രൂപത്തിൽ ഇവ രൂപാന്തരപ്പെടുകയും ക്രമേണ ഒരു 6 മാസം മുതൽ 1 വർഷത്തിലേറെ സമയമെടുത്തുകൊണ്ട് ഇവ ക്രിസ്റ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ആവുകയും ചെയ്യും. ഇവയാണ് നമ്മൾ റെനൽ കാൽക്കുലി അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ എന്ന് വിളിക്കുന്നത്.
കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കണ്ടെത്തിയത് ഞാനല്ല. ഇത് ലോകപ്രശസ്തനായ ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ പേര് ജോയൽ വല്ലാക്ക് അല്ലെങ്കിൽ ജോ വല്ലാക്ക് എന്ന് പറയും. അദ്ദേഹം കാലിഫോർണിയയിലുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഒരു വെറ്റിനറി സർജനാണ്. കൂടാതെ അദ്ദേഹം ലോകപ്രശസ്തനായ ഒരു ന്യൂട്രീഷനിസ്റ്റും ആണ്. അദ്ദേഹം ഓഥറാണ്. ലോകമറിയുന്ന അനേക അവാർഡുകൾ നേടിയെടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ പഠനത്തിന്റെ ഒടുവിലാണ് ഈ ഓസ്റ്റിയോപൊറോസിസ് ബാധിക്കുന്ന വ്യക്തികളിലാണ് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തിയത്. വെൻ യു റാഗിങ് ഓസ്റ്റിയോപൊറോസിസ് ദെൻ യു ഗോട്ട് കിഡ്നി സ്റ്റോൺ. നിങ്ങൾ ഓസ്റ്റിയോപൊറോസിസ് മൂലം ബുദ്ധിമുട്ടുന്ന സമയത്താണ് നിങ്ങൾക്ക് കിഡ്നി സ്റ്റോൺ പിടിപെടുന്നത് എന്ന് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചില ലേഖനങ്ങളിൽ കൂടി ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ കൂടി വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഓസ്റ്റിയോപൊറോസിസ് എന്ന മാരക രോഗത്തിൽ നിന്നും അതിന്റെ ഗുരുതരമായ സൈഡ് എഫക്റ്റുകളിൽ നിന്നും നമുക്ക് എങ്ങനെ ആരോഗ്യപൂർണമായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാം, കൂടാതെ ഓസ്റ്റിയോപൊറോസിസ് ബാധിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെ അത് തിരിച്ചറിയാം, ഈ വക കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ നോക്കാവുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.